സാർ, ഹമാസിൻ്റെ അടുത്ത തലവൻ ഇനി ആരായിരിക്കും? ഹമാസിൻ്റെ അടുത്ത തലവനായിട്ട് ആകാൻ സാധ്യത ഖാലിദ് മെഷാൽ എന്നാണ് അറിയുന്നത്. കാരണം ഹമാസിൻ്റെ പല തലവന്മാരും ഖത്തർ, ഈ ടോപ്പ് ഉന്നത തലവന്മാരൊക്കെ ഖത്തറിലാണല്ലോ താമസിക്കുന്നത്. സുഖവാസമായിട്ട്. അതെ, അങ്ങനെ താമസിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ആളാണ് ഖാലിദ് മെഷാൽ. 68 വയസ്സായി. ഈ ഖാലിദ് മെഷാലിനെതിരെ ഇതിനു മുമ്പ് വധശ്രമം ജോർഡനിൽ വെച്ചിട്ട് വധശ്രമം നടന്നതാണ്. അപ്പോൾ രാജ്യാന്തര ചർച്ചകളിലൊക്കെ പലപ്പോഴും ഹമാസിനെ പ്രതിനിധീകരിച്ച് ഖാലിദ് മെഷാൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഇസ്മയിൽ ഹാനിയെ വരുന്നതിന് മുമ്പ് ഖാലിദ് മെഷാൽ ഹമാസിൻ്റെ തലവനായിരുന്നു. അദ്ദേഹം ഇടക്കാലത്തൊന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഇസ്മായിൽ ഹാനിയെ വരുന്നത്. അപ്പോൾ ഒരു സീനിയോറിറ്റി അക്കാര്യത്തിലുള്ള ആളാണ് ഈ മെഷാൽ. ഈ മെഷാലിന് പക്ഷേ ഇറാനുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്ന് കാണുന്നുണ്ട്. 2011 സിറിയയുടെ പ്രസിഡന്റ് ബാഷിർ അൽ അസദിനെതിരെ ഈ സുന്നികൾ നടത്തിയ കലാപത്തിനെ ഈ മെഷൽ തുണച്ചിരുന്നു. അപ്പം അത് ഇറാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇറാൻ മറ്റേ ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു അകൽച്ച ഇറാനുമായിട്ടുണ്ട്. അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നതാണല്ലോ. 2004 ഈ ഹമാസിൻ്റെ സ്രഷ്ടാവായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് യാസിനെയും അങ്ങേരുടെ പിൻഗാമി അബ്ദുൽ അസീസ് അൽ റന്തീസിയെ ഒരു മാസം കഴിഞ്ഞും ഇസ്രയേൽ എയർ സ്ട്രൈക്കിൽ വ്യോമാക്രമണത്തിൽ കൊന്നിരുന്നു. അന്നാണ് ഈ മേഷാലിൻ്റെ പേര് ഉയർന്നു വന്നത്. ഈ ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യും കാലും തളർന്നാണ്, കണ്ണും കാണില്ലായിരുന്നു, അന്ധനായിരുന്നു ഈ സ്രഷ്ടാവ്. എന്നിട്ടും ഈ അക്രമത്തിനൊക്കെ ആഹ്വാനമൊക്കെ നിരന്തരം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇസ്രയേൽ കൊന്നത്. പിൻഗാമിയായിട്ട് അബ്ദുൽ അസീസ് അൽ റന്തീസി വന്നു. അങ്ങേരെയും ഒരു മാസത്തിനകം ഈ ഉന്മൂലനം ചെയ്തു ഇസ്രയേൽ. റാമല്ല, പലസ്തീൻ ആ പ്രദേശത്തിലെ റാമല്ലയിൽ അടുത്തുള്ള സിൽവത്ത് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ ഖാലിദ് മെഷാൽ ജനിച്ചത്. കുറേ കാലം കുവൈറ്റിലാണ് ഈ അഭയം തേടി താമസിച്ചുകൊണ്ടിരുന്നത്. 15 വയസ്സ് മുതൽ അവിടെയാണ് താമസിച്ചത്. ആദ്യം മുസ്ലിം ബ്രദർഹുഡിലായിരുന്നു, രാജ്യാന്തര മുസ്ലിം ബ്രദർഹുഡിൽ നിന്നാണല്ലോ പലതും പൊന്തി വന്നിരിക്കുന്നത്. കുറെ കാലം ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. മേഷൽ ഈ ജോർദാനിലിരുന്നിട്ട് ഹമാസിന് വേണ്ടിയിട്ടുള്ള രാജ്യാന്തര ഫണ്ട് ഉണ്ടാക്കുന്ന പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നു. പണം ഉണ്ടാക്കി ഹമാസിന്, വിദേശത്ത് ഇരുന്ന് പണം ഉണ്ടാക്കി ഹമാസിന് പലസ്തീനിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ആ കാരണം കൊണ്ടാണ് ജോർദാനിൽ ഈ മേഷാലുള്ളപ്പോൾ അവിടെ മൊസാദിൻ്റെ പല ഓപ്പറേഷനുകളിലും ഒന്നാണ് മൊസാദ് ഈ മേഷാലിനെ അവിടെ വധിക്കാൻ ശ്രമം നടത്തി. ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ആദ്യം പ്രധാനമന്ത്രിയായ 1997 ആണ് ഈ മെഷാലിനെ കൊല്ലാനായിട്ട് ഉത്തരവ് കൊടുത്തത്. ജെറൂസലേമിൽ 16 പേരെ കൊന്ന ഒരാക്രമണം ഹമാസ് നടത്തിയിരുന്നു. ആ ആക്രമണത്തിൻ്റെ പിന്നിൽ ഈ മെഷാലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടാണ് എന്നാൽ പിന്നെ മെഷാലിനെ ഇപ്പോൾ പലരെയും ഉന്മൂലനം ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 പേരെ. അതുപോലെ എന്നാൽ പിന്നെ ഇയാളെ തീർത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് അമ്മാനിൽ ഈ ഹമാസ് ഓഫീസ് ഉണ്ടല്ലോ, ആ അമ്മാനിൽ ഹമാസ് ഓഫീസിലേക്ക് 1997 സെപ്റ്റംബർ 25 അന്ന് ഓഫീസിലേക്ക് ഈ ജോർദാൻ്റെ തലസ്ഥാനമാണ് അമ്മാൻ. അതിൽ ഹമാസ് ഓഫീസിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ തെരുവിൽ നിന്ന് അങ്ങോട്ട് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ മെഷൽ. അപ്പോൾ 2 പേര് പാഞ്ഞു വന്നിട്ട് മേഷലിൻ്റെ ഈ ഇടത് ചെവിയിൽ വിഷം കുത്തി വെച്ചു.
അങ്ങനെയാണ് വധശ്രമം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തോക്കിൻ്റെ വെടിയും അങ്ങനത്തെ ശബ്ദമില്ലാത്തപ്പോഴല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൽ ഒരു പലസ്തീൻ നേതാവിനെ കൊന്ന കഥ മൊസാദിൻ്റെ പറഞ്ഞല്ലോ. അന്നും തീരുമാനിച്ചിരുന്നത് എങ്ങനെയാണ്, വെടിയൊച്ചയൊന്നും കേൾക്കാതെ ശാന്തമായിട്ടുള്ള തീർക്കൽ. അതാണ്. അപ്പോൾ ഇടത് കാതിൽ വിഷം കുത്തിവെച്ചു. അവിടെ മൊസാദ് ഏജൻറ്റുമാർ വന്നിരുന്നത് കാനഡയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വ്യാജേനയാണ്. അവർക്ക് വ്യാജ പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ട് കനേഡിയൻ പാസ്പോർട്ടൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കി ആണ് അവർ മൊസാദ് ഏജൻറ്റുമാർ വന്ന് ഇത് ചെയ്തത്. അപ്പോൾ ഈ അവിടുത്തെ രാജാവിന്, ജോർദാനിലെ ഹുസൈൻ രാജാവിന് ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ല. അവിടെ വന്ന് ഇങ്ങനെ ഇസ്രയേൽ സ്വന്തം രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങേര് പ്രൊട്ടസ്റ്റ് ചെയ്തു. പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം തുടരണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ മഷേലിനെ. ഇതിനുള്ള മറുമരുന്ന്, ആൻറ്റിഡോട്ട്, ഈ വിഷത്തിനുള്ള മറുമരുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ കാണുമല്ലോ, അത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാളെ സുഖപ്പെടുത്തുക. അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പോവാം, മര്യാദയ്ക്ക് പോവാം. അങ്ങനെ അവിടെ നിന്ന് മറുമരുന്നുമായിട്ട് മൊസാദിൻ്റെ തലവൻ ഡാനി യാത്തൂൻ ജോർഡിനൽ, മൊസാദിൻ്റെ തലവൻ തന്നെ അവിടെ വന്നു ഈ മരുമരുന്നുമായിട്ട്. അമ്മാനിൽ വന്ന് ഈ മറുമരുന്ന് കുത്തിവെച്ചിട്ട് മഷേൽ രക്ഷപ്പെട്ടു. ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയാണ്. അപ്പോൾ ഇത് ഓപ്പിയോയിഡ് ഓവർഡോസ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മോർഫിൻ പോലുള്ള മരുന്നുകൾ ഈ മയക്കാനുള്ളത് അത് അമിത ഡോസിൽ കുത്തിവെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു ഉറക്കുമരുന്ന് പോലത്തെ ഒരെണ്ണം അബോധത്തിലാക്കാനുള്ളൊരു മരുന്നിൻ്റെ ഓവർ ഡോസ്, അത് ആളിനെ കൊന്നുകളയും. അതാണ് ഈ ചെവിയിൽ കുത്തിവെച്ചിരുന്നത്. അങ്ങനെ ഹുസൈൻ രാജാവ് ഈ പ്രതികളുണ്ടല്ലോ, ഈ പ്രതികളെ ഓടിച്ചിട്ട് പിടിച്ചിരുന്നു അവിടെ, നാട്ടുകാരും എല്ലാം കൂടി ഈ ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പ്രതികളെ കൊല്ലും എന്ന് ഹുസൈൻ രാജാവ് ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ വെച്ചേക്കില്ല, എക്സിക്യൂട്ട് ചെയ്യും എന്ന് ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ഇസ്രയേല് തടവിലാക്കിയിരിക്കുന്ന ഹമാസ് നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിനെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്ലൈൻഡ് അന്ധനായിരുന്ന ആൾ, ആ യാസിനെ തടവിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചു. അങ്ങനെ യാസിനെ മോചിപ്പിച്ചു. ആ യാസിനെയാണ് മോചിപ്പിച്ച യാസിനെയാണ് 2004 ഗാസയിൽ ഇസ്രയേൽ പിൽക്കാലത്ത് കൊല്ലുന്നത്. അപ്പോൾ അന്ന് രണ്ട് കാര്യങ്ങളാണോ, ഒന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞു, അത് ചെയ്തു. പിന്നെ ഈ ആൻറ്റിഡോട്ട് മറുമരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. രണ്ടും ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ മഷേൽ ദോഹ, ഖത്തറിൻ്റെ തലസ്ഥാനം ദോഹയിലും കെയ്റോയിലുമായിട്ട് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഖത്തറിലാണ്. 2017 മേഷിൽ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ഈ ഹാനിയെ വന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വീണ്ടും ഇദ്ദേഹത്തിന്, ഖാലിദ് മെഷാലിന്, ഈ രാഷ്ട്രീയ മേധാവിയായിട്ട് വരാൻ പ്രയാസമില്ല. അപ്പോൾ ഈ നേരത്തെ സാർ പറഞ്ഞ പോലെ ഇയാൾ അവിടുന്ന് പുറത്ത് ഈ വിഷമൊക്കെ കൊണ്ടുവന്നത് മറുമരുന്ന് വേണമെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇയാൾ രക്ഷപ്പെട്ടു. അപ്പം മുതലും പക്ഷേ ഇവരുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും? അത് എപ്പോഴും ഇത്തരം ഹമാസിൻ്റെ ഈ നേതാക്കളൊക്കെ എപ്പോഴും ഇസ്രയേലിൻ്റെ നിരീക്ഷണത്തിലാണ്. കാരണം ഖാൻ യൂനിസിൽ കഴിഞ്ഞ മാസം നടന്ന എയർ സ്ട്രൈക്കിൽ മറ്റേ പട്ടാള മേധാവി മരിച്ചിട്ടുണ്ടാവുന്ന നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇന്നലെ അത് ശരിവെക്കുകയും ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് അത് പറയുന്നത് അല്ലേ? അന്ന് ആ ചിത്രങ്ങളില് ആ താമസിച്ചിരുന്ന ആ വളപ്പുണ്ടല്ലോ, ആ കെട്ടിടം തന്നെ ഉണ്ടായിരുന്നില്ല. എയർ സ്ട്രൈക്കിന് ശേഷമുള്ള ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ചിത്രത്തിൽ മറ്റേ കെട്ടിടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തതാണ്.
ഇപ്പോൾ ഈ ഇസ്രായേൽ ചെയ്യുന്ന ശരിക്കും തങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ് ഇങ്ങോട്ട് പറയുന്നു, ഇന്ന ആൾക്കാരെ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ചെയ്യണല്ലേ. അപ്പോൾ അത്രയും ശക്തമാണ് അവിടുത്തെ രഹസ്യാന്വേഷണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിഭാഗം എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. അവരെ പോലെ ഈ പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് അങ്ങനെ വാഗ്ദാനം ചെയ്യുന്ന വേറൊരു രാജ്യമില്ല. വേറൊരു രാജ്യത്ത് പോയി തന്നെ അവരെ ആളുകളൊക്കെ പിടിക്കും. ധാരാളം ഓപ്പറേഷൻസ് 1960 മുതൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രസമുള്ള, ഇനിയും നമുക്ക് ചർച്ച ചെയ്യാവുന്ന തരം ഓപ്പറേഷനുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരുപാട് പണവും പിന്നെ പൗരത്വം, ഇസ്രയേൽ ചിലപ്പോൾ തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ പൗരത്വം കൊടുത്ത് വേണമെങ്കിൽ അവിടെ അജ്ഞാതനായിട്ടൊക്കെ താമസിക്കാം, അവിടെ ജോലി നേടാം, അങ്ങനെ പല സുരക്ഷിതമായിട്ട് കുടുംബത്തിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുമൊക്കെ ഇത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഏജന്റുമാർ. അവിടെ ഇപ്പോൾ ഇറാനിലെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇറാനിലെ എല്ലായിടത്തും ഇവര് ചാരന്മാർ കയറിയിട്ടുണ്ട്. അതുപോലെയാണ് അന്ന് ജോർദാനിൽ പോയി ഈ ചെവിയിൽ വിഷം കുത്തിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി ധീരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. വേറൊരു രാജ്യത്തിൻ്റെ സ്പേസാണ്, സ്ഥലമാണ് എന്ന് പോലും നോക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇറാനിലും കണ്ടത്. അപ്പോൾ ഈ ഇസ്രായേൽ ബോംബ് കൊണ്ട് വെച്ചിട്ട് അത് റിമോട്ട് കൺട്രോൾ ബോംബായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഹമാസിന് പുതിയ തലവ വരുമ്പോൾ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇനി ഒരു ലക്ഷ്യം. അല്ല, ഇനിയിപ്പോൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും കൂടി സംയുക്ത ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി സംയുക്ത ഓപ്പറേഷൻസ് നടത്താൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ലെബനൻ, ഈ പറഞ്ഞ ഇറാൻ ഒക്കെ ശരിക്കും ഒരു യുദ്ധത്തിലായിരിക്കും. അതിൽ ഇസ്രായേലിന് അനുകൂലമായിട്ട് അമേരിക്കയൊന്നും വെറുതെ ഇരിക്കുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.